ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള 7ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കാണാതെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട കമ്മീഷനുകളെക്കുറിച്ച്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഇതിൽ നിന്ന് എല്ലായ്പ്പോഴും നമ്മുടെ PSC ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഇനി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ്, ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ. മതം, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷൻ്റെ സുപ്രധാന ചുമതല. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പ്രധാന ചുമതല എന്താണ്? മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക, അത് സംരക്ഷിക്കുകയും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യുക. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ത് ചെയ്തത്? രൂപം കൊണ്ടത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ മൊത്തത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളുണ്ട്. അതിലൊരു ചെയർപേഴ്സൺ, 1 വൈസ് ചെയർപേഴ്സൺ, അടുത്ത് 5 അംഗങ്ങളും ഉൾപ്പെട്ട 7 അംഗങ്ങളാണ് ഈ കമ്മീഷനിലുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ന്യൂനപക്ഷ കമ്മീഷനെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ആര് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ചിലപ്പോൾ രാഷ്ട്രപതി എന്നൊക്കെ തരാം. അപ്പോൾ അവിടെ രാഷ്ട്രപതി അല്ല, എന്താണ്, ഈ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അത് നോട്ട് ദ പോയിന്റ്. അപ്പോൾ എന്താണ്, നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ നോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ഇവരുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധികാരങ്ങൾ വിപുലമാണ്. അപ്പോൾ ആ കമ്മീഷൻ്റെ അധികാരങ്ങൾ, പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചുമതലകളെന്ന് നമുക്ക് നോക്കാം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. പിന്നെന്താണ്? ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക? കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, അവരെന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു, എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, ഇവ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പരാതികൾ ഉണ്ടായാൽ അത് പരിശോധിക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ആര് ചെയ്യേണ്ട ചുമതല? ന്യൂനപക്ഷ കമ്മീഷനുകൾ ചെയ്യേണ്ട ചുമതല. ഒന്നുകൂടിയുണ്ട്, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ഇത്രയുമാണ് ആരുടെ ചുമതലകൾ? ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ പറയുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷനാണ്. ഇനി നമ്മുടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്ന് നമുക്ക് പറയാം 2013. ഇവിടെയും എന്താണ്, ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ ഇവിടെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 4 അംഗങ്ങളാണുള്ളത്. ആരൊക്കെ അതിലുള്ളത്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. അങ്ങനെ 4 അംഗങ്ങളാണ് നമ്മുടെ ഏതിലുള്ളത്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലുള്ളത്. ഇനി ഇവരെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്, നമ്മൾ പറഞ്ഞു ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. എങ്കിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരായിരിക്കും? സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധിയും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധിയും സെയിം തന്നെയാണ്. എന്താണ്? 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഭരണഘടന അനുസൃതമായി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുന്നത്? നമ്മുടെ ഭരണഘടന അനുസൃതമായി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുന്നത്. അതാണ് ഇവരുടെ ചുമതല. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടി ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ്, ഇവർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ അത് അതിൻ്റെ ആരംഭിക്കുന്നതും അത് നടത്തുന്നതിനുമുള്ള നടപടികൾക്ക് ശുപാർശ നൽകുന്നത് ആരാ? ഈ ന്യൂനപക്ഷ കമ്മീഷനുകളാണ്. ഇനി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. അപ്പം ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെയും ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പം ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും എന്തിൽ കൊണ്ടുവരിക? ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്ന കമ്മീഷനാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ കുറിച്ച്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എന്താണ്? നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ കുറിച്ചാണ് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും മുൻഗണനയായിട്ട് നൽകേണ്ടത് എന്താണ്? റോഡുകളും വാർത്താവിനിമയവുമാണ്. കാരണം റോഡില്ലെങ്കിൽ എന്താണ്? ആ പ്രദേശത്തേക്ക് ആർക്കും എത്തിച്ചേരാൻ പറ്റത്തില്ല. ആ പ്രദേശത്തേക്ക് റോഡുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവാൻ പറ്റത്തുള്ളൂ? വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവയൊന്നുമില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണെന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയല്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. അപ്പോൾ ഇത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ജൂൺ 7, 1952 പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്.
അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കായി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നെഹ്റു അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അവർക്ക് വേണ്ടി റോഡ് വേണം, വാർത്താവിനിമയ സൗകര്യങ്ങൾ വേണം, അവർക്ക് സ്കൂളുകൾ വേണം, കുടിൽ വ്യവസായം വേണം, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ വേണം. ഇതൊക്കെ നമ്മൾ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം. എന്നാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും വേണം. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഏതൊക്കെയാ? നമ്മുടെ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ്. അപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ എന്താണ്, അവരെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി ചെയ്യണം? അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും ഈ കമ്മീഷൻ്റെ ലക്ഷ്യമാണ്. 2004 രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത്. അപ്പോൾ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് എന്നാണ്? 2004 രണ്ട് കമ്മീഷനുകളും ഒരുമിച്ചാണ് നിലവിൽ വന്നത്. ഇനി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, മറ്റ് 3 അംഗങ്ങളും ഇതിലുണ്ട്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി എത്ര സമയമാണ്? 3 വർഷമാണ് ഇവരുടെ കാലാവധി. ഇനി ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുക, അത് ന്യൂഡൽഹിയിലാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് 1989 ഒരു നിയമം നിലവിൽ വരികയുണ്ടായി. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. 1989 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 1989 നിലവിൽ വന്ന പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഇവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് അതിനുള്ള കുറ്റം എന്താണ്, ആ കുറ്റക്കാർക്ക് എന്ത് ശിക്ഷാ നടപടിയാണ് കൊടുക്കുന്നത്, ഇനി ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണം, അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയമലംഘനങ്ങൾ ഇതൊക്കെ എങ്ങനെ നേരിടണം എന്നതാണ് ഇതിൽ പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. അപ്പോൾ കമ്മീഷൻ എന്ത് ചെയ്യണം? ഇവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കമ്മീഷൻ അവർക്ക് അതിനുള്ള പരാതികൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും എന്താണ് കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കുന്നുവെന്ന് അതും വിലയിരുത്തുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. ഇവയാണ് ആരുടെ ചുമതല? ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി
ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർ പണ്ടൊക്കെ ഇവരെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ ഔദ്യോഗിക രംഗത്തായാലും ഉയർന്ന പദവിയിലാണ് അവരിപ്പോൾ നിയമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? കേരള പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ ഇവിടെ ആരേ ഉള്ളൂ? വൈസ് ചെയർപേഴ്സൺ ഒന്നുമില്ല. ഇവിടെ ഒരു ചെയർപേഴ്സൺ മാത്രമേ ഉള്ളൂ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് ഇവരുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ഗവർണറാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. അപ്പോൾ ഇതിൻ്റെ പ്രധാന ചുമതല എന്താണ്? നമ്മുടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ്റെ ചുമതല ഇവിടെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ഈ പട്ടിക കമ്മീഷൻ്റെ പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായം, സാമൂഹിക സഹായം ഒക്കെ ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ്റെ ലക്ഷ്യം. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കർ 1927 ഫെബ്രുവരി 24 ലെജിസ്ലേറ്റീവ് കൗൺസില് ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചതാണ് നമ്മളിവിടെ വായിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എങ്ങനെയാണ്? വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവന്നേ മതിയാകൂ. അത് പ്രത്യേകിച്ച് ആർക്കാ? പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ചെലവ് കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം? കൊടുക്കുകയാണ് ആരുടെ നയം? വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം. ഈ സമുദായങ്ങളെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെ പ്രസംഗം ശ്രദ്ധിക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അംബേദ്കർ നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം ചെലവ് കുറഞ്ഞതാവുക, അതുപോലെ സമുദായങ്ങളെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്നവരെ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിന്നാക്ക വിഭാഗം കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്ക അവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്.
1993 കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 നമ്മുടെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. അപ്പോൾ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 3 അംഗങ്ങളും മറ്റ് 3 അംഗങ്ങളും കൂടിയുണ്ട്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയാണ് ഇവരെ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് ഈ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. അപ്പോൾ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2018 പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ത് കിട്ടിയത്? ഭരണഘടനാ പദവി ലഭ്യമായത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളുമുണ്ട്, അതുപോലെ പാർലമെൻറ്റ് അധീനതയിലുള്ള സ്ഥാപനങ്ങളുമുണ്ട്, ഭരണഘടന ഇതര സ്ഥാപനങ്ങളുമുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആദ്യം ഒരു ഭരണഘടന ഇതര സ്ഥാപനമായിരുന്നു. പക്ഷേ പിന്നീട് 2018 ഈ ഒരു കമ്മീഷൻ എന്ത് കിട്ടി? ഭരണഘടനാ പദവി ലഭിക്കുകയുണ്ട്. അങ്ങനെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമായി മാറി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അപ്പോൾ ഇവരുടെ ക്ഷേമത്തിനായിട്ട് എന്ത് ചെയ്യുക? വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകുക സർക്കാരിന്. ഇനി പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അപ്പോൾ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇനി പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. അപ്പോൾ ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിക്രമങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക? നടപടികൾ സ്വീകരിക്കുന്നതിനും അത് നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശ നൽകുന്നതും ഈ പിന്നാക്ക കമ്മീഷനാണ്. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. ഇതൊക്കെയാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഇനി നമ്മൾ പറയുന്നത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 അപ്പോൾ നമ്മുടെ കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന അതേ സമയത്ത് തന്നെയാണ് എന്ത് നിലവിൽ വരുന്നത്? കേരളത്തിലും പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത്. 3 വർഷമാണ് കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷൻ്റെ ചുമതലയിൽപ്പെടുന്നു. നമുക്കറിയാം PSC എക്സാമിനൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ OBC വിഭാഗം ഇവർക്കൊക്കെ ചില ആനുകൂല്യങ്ങളുണ്ട്. അതാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുക? സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയൊക്കെ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക. അതാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയ്യുന്നത്. ഇനി ജനാധിപത്യത്തിൻ്റെ വ്യാപനം, അതിൽ സ്ഥാപനങ്ങളുടെ പങ്ക് എന്തെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യവുമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പിന്നോക്കാവസ്ഥ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി എന്ത് ചെയ്യുക? സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം എന്ത് ചെയ്യത്തുള്ളൂ? പൂർണ്ണമാവുകയുള്ളൂ. അപ്പം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഫലപ്രദമായ രീതിയിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സമൂഹത്തിലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ എന്ത് ചെയ്യുക? നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കണം. ഇനി നമ്മൾ പറയുന്നത് ജനാധിപത്യ ഭരണത്തിൻ്റെ
വിജയവും പരാജയവും എന്തിലാണ്? ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഒരു ജനാധിപത്യ ഭരണം വിജയിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? വിജയിക്കണമെങ്കിലും പരാജയപ്പെടണമെങ്കിലും എന്താണ്? അത് ജനപങ്കാളിത്തം ഉണ്ടെങ്കിലേ പറ്റൂ. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടന ഇതര സ്ഥാപനങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടന ഇതര സ്ഥാപനങ്ങളും സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഉദാഹരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ അടിത്തറ വിപുലമാക്കുന്നു. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ത് ചെയ്യുന്നത്? നിലനിർത്തുന്നത്. 1951-52 കാലഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് തന്നെ എന്നാണ്? 1951-52 കാലയളവിലാണ്. അപ്പോൾ ആ സമയം മുതൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നിർണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ, തിരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയ കമ്മീഷൻ നിർവഹിച്ചു വരുന്ന ധർമ്മങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുന്നത്. എന്തൊക്കെയാണ് നോക്കുന്നത്? അവിടെ നമ്മൾ പറഞ്ഞതുപോലെ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കണം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരം നടപ്പിലാക്കൽ, തിരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചരിത്രപരമായ കാരണങ്ങളാൽ പണ്ട് മുതലേ ചില കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പിന്നാക്ക കമ്മീഷനും ഒക്കെ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിനപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മമാണ് മേൽ സൂചിപ്പിച്ച കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്ന് പറയുന്നതിന് അപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കപ്പെടേണ്ട. ഈ അരികുവൽക്കരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടത കൽപ്പിച്ചിരുന്ന ആളുകൾ, അതായത് ഒഴിവാക്കപ്പെട്ടിരുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നത തലത്തിലെത്തിക്കുക. സാമൂഹിക പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ കമ്മീഷനുകൾ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ പറയാൻ വിട്ടുപോയത് ഒരു കാര്യമുണ്ട്. നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദേശീയ ന്യൂനപക്ഷമല്ല, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ UPSCയെ കുറിച്ചാണ് പറയുന്നത്. ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭാരത സർക്കാരിൻ്റെ നിയമനങ്ങൾക്കായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്? നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ UPSC നിലവിൽ വന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആർട്ടിക്കിൾ 320 പ്രകാരമാണ് UPSC നിലവിൽ വന്നിട്ടുള്ളത്.
ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ UPSCയിൽ അംഗങ്ങൾ എത്രയൊക്കെയാണ്? നമ്മുടെ ചെയർപേഴ്സണും 10 അംഗങ്ങളും ഉൾപ്പെടെ 11 പേരാണ് UPSCയിലുള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഒന്നിൽ 6 വർഷം, അതല്ല എന്നുണ്ടെങ്കിൽ 65 വയസ്സ് ആണ് ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി അഖിലേന്ത്യാ സർവീസിലേക്കും, അതായത് ഓൾ ഇന്ത്യ സർവീസ്, കേന്ദ്ര സർവീസിലേക്കും, സെൻട്രൽ സിവിൽ സർവീസ്, ഇവിടെയൊക്കെയുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. അപ്പോൾ UPSC എന്ത് ചെയ്യുന്നു? അഖിലേന്ത്യാ സർവീസിലേക്കും അതുപോലെ കേന്ദ്ര സർവീസിലേക്കും ഒക്കെ നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല. അപ്പോൾ എന്ത് ചെയ്യുക? പരീക്ഷ നടത്തുക, അഭിമുഖത്തിലൂടെ എന്ത് ചെയ്യുക? തിരഞ്ഞെടുപ്പ് നടത്തുക. ഇതൊക്കെയാണ് നമ്മുടെ UPSC നിർവഹിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC ആണ്. കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ KPSCയുടെ ആസ്ഥാനം KPSC ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് KPSCയുടെ ആസ്ഥാനം. അപ്പോൾ ഇതാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? നമ്മുടെ PSCയെയും UPSCയെയും കുറിച്ച് പറയാൻ കഴിയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഏതിലൂടെയാണ്? വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഈ വനിതാ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007 മാർച്ച് 5-നാണ് നമ്മുടെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങൾ. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും ഉൾപ്പെടെ അപ്പോൾ 7 അംഗങ്ങളുണ്ട്. ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് ഇതിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായി കമ്മീഷൻ നിലവിൽ വന്നത്? നമ്മുടെ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് ആർക്ക് വേണ്ടിയിട്ടാണ്? ബാലന്മാർക്ക് വേണ്ടിയിട്ടല്ലേ? കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും തുല്യപരിഗണനയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിലൂടെയും ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെയും ന്യൂനപക്ഷ കമ്മീഷൻ ജനാധിപത്യത്തെ എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ അതുപോലെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായകമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. അതുപോലെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സമൂഹത്തിൽ പൗരാവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിന് അനിവാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ജനാധിപത്യ പ്രക്രിയയെ ദൃഢമാക്കുന്നതിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അതുപോലെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. അതുപോലെ നമ്മുടെ
പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇതൊക്കെ എന്താണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾച്ചേർക്കുകയും രാഷ്ട്രീയ അവകാശങ്ങളുടെ വിനിയോഗം സാധ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സാമൂഹിക സാമ്പത്തിക തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓരോരോ കമ്മീഷനുകളും ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്